പണ്ട് ഉയരമുള്ള മരങ്ങളും ചുവന്ന മൺപാതകളും നിറഞ്ഞ ശാന്തമായൊരു ഗ്രാമത്തിൽ അമ്മമ്മ എന്നു പേരുള്ള ദയയുള്ളൊരു വൃദ്ധ താമസിച്ചിരുന്നു. അവർ വെളുത്ത മുണ്ടും മങ്ങിയ നീല ബ്ലൗസുമായിരുന്നു ധരിച്ചിരുന്നത്. അവരുടെ വെള്ളിനിറമുള്ള മുടി എപ്പോഴും മൃദുവായി കെട്ടിവെച്ചിരിക്കും. കണ്ണുകളിൽ സൗമ്യമായ ജ്ഞാനം തിളങ്ങിയിരുന്നു. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു മിട്ടി എന്ന പൂച്ച. സ്വർണ്ണക്കണ്ണുകളും വെളുത്ത വാലറ്റവുമുള്ള ചാരനിറക്കാരിയായ മിട്ടിയുടെ ഓരോ ചുവടിലും ഒരു ചെറിയ മണിക്കിലുങ്ങിയിരുന്നു. എല്ലാ ദിവസവും രാവിലെ അമ്മമ്മ വിളക്ക് കത്തിക്കുകയും ചൂടുള്ള ചായയുണ്ടാക്കുകയും വീട്ടിലെ ഒരംഗത്തെപ്പോലെ മിട്ടിയോട് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. മിട്ടി ഒരു സാധാരണ പൂച്ചയായിരുന്നില്ല. അമ്മമ്മയുടെ കണ്ണട എവിടെയാണെന്ന് അവൾക്കറിയാമായിരുന്നു. കറി തിളച്ചു തൂവുമ്പോൾ അവൾ കരയും. അമ്മമ്മയുടെ അരികിൽ നിന്ന് അവൾ ഒരിക്കലും വിട്ടുപോകുമായിരുന്നില്ല. അതേ ഗ്രാമത്തിൽ റാണി എന്നൊരു യുവതി താമസിച്ചിരുന്നു. 30കളിൽ പ്രായമുള്ള, കറുത്ത മുടി ഭംഗിയായി മെടഞ്ഞിട്ട് ക്രീം നിറത്തിലുള്ള കസവ് സാരിയും പച്ച ബ്ലൗസും ധരിച്ച ഒരു സ്നേഹമതിയായ സ്ത്രീ. ചൂടുള്ളൊരുച്ചയ്ക്ക് അമ്മമ്മ പറമ്പിൽ നിന്ന് പഴുത്ത ചക്ക പറിക്കാൻ പോയപ്പോൾ പായൽ പിടിച്ച ഒരു കല്ലിൽ തെന്നി വീണു. വേദന കൊണ്ട് അവർ നിലവിളിച്ചു. പക്ഷേ ആ ശബ്ദം ആരും കേൾക്കാൻ കഴിയാത്തത്ര നേർത്തതായിരുന്നു, മിട്ടിയൊഴികെ. ബുദ്ധിമതിയായ പൂച്ച പുറത്തേക്ക് ഓടി നേരെ റാണിയുടെ വീട്ടിലെത്തി അവരുടെ സാരിയിൽ പിടിച്ചു വലിച്ചു കരയാൻ തുടങ്ങി. അപകടം മനസ്സിലാക്കിയ റാണി മിട്ടിയെ പിന്തുടർന്ന് ചെന്നപ്പോൾ പ്ലാവിന്റെ അരികിൽ അമ്മമ്മ വീണുകിടക്കുന്നത് കണ്ടു. അയൽക്കാരുടെ സഹായത്തോടെ റാണി അമ്മമ്മയെ പതുക്കെ എഴുന്നേൽപ്പിച്ച് അകത്തുകൊണ്ടുപോയി വിശ്രമിക്കാൻ കിടത്തി. അന്നു വൈകുന്നേരം സൂര്യൻ ആകാശത്തെ സ്വർണ്ണനിറമാക്കിയപ്പോൾ അമ്മമ്മ പുഞ്ചിരിച്ചു. അവരുടെ അരികിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന മിട്ടിയെ നോക്കി. മണികിലുങ്ങുന്ന ആ കൊച്ചു ധീരയെ